ഈ കാണുന്നതാണ് നമ്മളെ 7 ഡേയ്സ് റോസ് എന്ന് പറയുന്ന വെറൈറ്റി റോസ്. ഇതാണ്ടെ ഇത് നിങ്ങളെ കാണിക്കുന്ന കുറേ ദിവസം മുമ്പ് നമുക്ക് വന്ന ഒരു ലോഡ് ചെടിയാണ്. ഇനി നമുക്ക് ഇത്രയും പ്ലാന്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിന് ഞാനിത് പറയാൻ വന്നത് ഇതൊന്നുമല്ല. അന്നേരം നമ്മളെ നാടൻ വെറൈറ്റി റോസുകൾ തിരക്കി നടക്കുന്നവർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ. കാര്യം നമ്മളിവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ടും നമ്മൾ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിൻ്റെ മണ്ട ഇളക്കി ഒന്ന് കട്ട് ചെയ്ത് മഴക്കാല സംരക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനം ഈ വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ. ഓക്കെ, അന്നേരം ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നാടൻ വെറൈറ്റി റോസുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമം മൈതാനത്താണ്. ആശ്രമം മൈതാനത്ത് നമ്മൾ കുമാർ നഴ്സറി സ്റ്റാളിലാണ് നിൽക്കുന്നത്. അന്നേരം ഇവിടെ ഈ കാണുന്ന റോസ് കണ്ട, ഈ കാണുന്ന ഫുള്ള് റോസുകളാണ്. ഈ റോസുകൾക്ക് ഞങ്ങൾ വീട്ടിൽ പലയിടത്തും റോസുകൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അന്നേരം ഈ റോസുകളൊക്കെ കണ്ട അതേപോലെ തന്നെ ഈ റോസുകളൊക്കെ കണ്ട, ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇപ്പം ഏകദേശം ഒരു 10-25 വർഷം മുമ്പ് വന്ന വെറൈറ്റി റോസുകളാണ്. ഇതിന് നമ്മളിവിടെ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് കൊടുത്തത്, അതേപോലെ തന്നെ ഏതാണ്ട് 10-30 ദിവസമായിട്ട് വന്ന ഈ റോസിന് നമുക്ക് മഴ സംരക്ഷണമായിട്ട് മഴയായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന റോസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം, അതിനെന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. അന്നേരം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഇതേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൂ കൊഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു 2 ഇല താഴെ വെച്ച് ഇത് കട്ട് ചെയ്ത് കളയണം. ഹായ് അന്നേരം ഇതിപ്പം പൂ പൊഴിയുവാന്ന് വെച്ചോ, ഈ പൂ കഴിഞ്ഞു കണ്ട. അന്നേരം ഒരു 2 ഇല താഴെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് കളയണം. ഏകദേശം ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിനടിയിൽ നിന്ന് പറ്റുമെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ടൂൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ നഖം ഇങ്ങനെ വളർത്തിയിട്ടേക്കുന്നത് കൊണ്ടും നമുക്കിത് സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനിങ്ങനെ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷമായിട്ട് പൂവുള്ള പഴയ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷമായിട്ട് ആദ്യമേ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ആദ്യമേ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് മണ്ട എങ്ങോട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം എല്ലുപൊടി, വേപ്പപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് ലേശം കൊടുത്തതിന് ശേഷം എത്ര കൊടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ലേശം അതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം DAP നേരത്തെ ചെറിയതിട്ട് വന്നതാണ്. അന്നേരം ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ഒരു 10 തരി ഇതിൻ്റെ മൂട്ടിൽ ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചേക്കുക. നല്ല തളിര് വരും. അന്നേരം ഈ തളിര് തിന്നാനായിട്ട് പ്രാണികളുണ്ട്. അന്നേരം ഈ പ്രാണികളെ നമുക്ക് ഉന്മൂലനം ചെയ്യണം, അതായത് കൊല്ലണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ്, ടാറ്റ റീവ അല്ലെങ്കിൽ ടഫ്ഗറോ ഇൻസെക്ടിസൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല വൃത്തിയാവണം. നമുക്ക് തളിരുകൾ കീടങ്ങളടിക്കുന്നതിന് അന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അതും പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ DAP കൊടുക്കുന്ന ദിവസം തന്നെ ഈ പറഞ്ഞ ഈ ഇൻസെക്ടിസൈഡ് കൊടുക്കുക. ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുക്കുക. ടാറ്റ റീവയോ അല്ലെങ്കിൽ ടഫ്ഗറോ ഏതെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മില്ലി എടുത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടിസ്ഥാന വളം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ലേശം ഫംഗിസൈഡ്, അതായത് ഇൻഡോഫിൽ M45 അല്ലെങ്കിൽ സാഫ് ഏതെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം അതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിനകത്ത് ഫംഗസിൻ്റെ ആക്ഷനും കൂടെ മാറിക്കിട്ടും. നമുക്ക് പ്ലാന്റുകളെല്ലാം നല്ലപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കണ്ട, ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ഇനിയും വരാനുണ്ട്. അതേപോലെ തന്നെ ഇത് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും മഴ സമയത്ത് കൺഫേമായിട്ട് കൊടുക്കേണ്ടതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ മാറിയും തിരിഞ്ഞും കൊടുക്കുക. DAP എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലേശം മരുന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്ത 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഫംഗിസൈഡ് കൊടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. അത് കൊടുത്തുകൊണ്ടിരുന്നൊരു സമയമൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും രണ്ടായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഉത്തമം. ഓക്കെ, അന്നേരം അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് മാസത്തിലൊരിക്കൽ എല്ലുപൊടി, വേപ്പപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് ലേശം 1 സ്പൂൺ മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോസുകൾ ഇതേപോലെ നിർത്താനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ റോസിൻ്റെ കെയർ എന്നുള്ള നിലയ്ക്ക് തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ചാണക മിശ്രിതം, അതായത് 1 പിടി കടലപ്പിണ്ണാക്ക്, 1 പിടി വേപ്പും പിണ്ണാക്ക്, 2 പിടി ചാണകം, ഇത് ലേശം എടുക്കുക. ഒരു കലത്തിലെങ്ങാനും ഇടുക. ലേശം വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. എന്നിട്ട് 72 മണിക്കൂർ 72 മണിക്കൂർ എത്തുമ്പോൾ ഇതിൽ നിന്നും എത്ര എടുക്കുന്നോ ഇതൊന്ന് പുളിക്കുമ്പോൾ ചെറിയ വാടയൊക്കെ ഉണ്ടാവും. അതിൽ നിന്നും ലേശം എടുക്കുക. എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് നമുക്ക്
ഈ പ്ലാന്റുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ പ്ലാന്റുകളൊക്കെ താണ്ട് ഈ പച്ചപ്പ് കണ്ട എല്ലാം നമ്മൾ പഴച്ചെടികളാവട്ടെ പൂച്ചെടികളാവട്ടെ എല്ലാത്തിനും നല്ല ഭംഗിയിലുള്ള ഒരു റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അതിന് വേണ്ട ഇതേപോലെ നല്ല മാങ്ങയൊക്കെ പിടിച്ച് നിൽക്കാനും അതേപോലെ തന്നെ അതാണ്ട് അത്തിപ്പഴമൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും അത്തിപ്പഴത്തിൽ ചെറിയ കായ്കളൊക്കെ ചെറുതിലേ തന്നെ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് നല്ലതാണ്. അതിന് വേണ്ട ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്കിലിരിക്കുന്ന മുന്തിരിയൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുന്തിരി തൈകൾ അതാണ്ട് ഈ ചൈനീസ് ബുഷ് ഓറഞ്ച് ഇതൊക്കെ ഈ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നമുക്കിത് കൊടുക്കാം. അതാണ്ട് വാഴയ്ക്കൊക്കെ ലേശം കപ്പിലെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ടിഷ്യൂ കൾച്ചർ വാഴയാണ്. ഇതൊക്കെ സെയിലിനിരിക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സെയിലിനുള്ള പ്ലാന്റുകൾക്കൊക്കെ ഇത്രയും നല്ല ഭംഗിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വളങ്ങൾ കൊടുക്കുക. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് പ്ലാന്റ് വെക്കുക. റോസ ചെടിയൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കുക, വളർത്തിയെടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൂടെ കൂടിയോ.